ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇത്ര പെട്ടെന്ന് നമ്മുടെ വിവാഹം നടക്കുമെന്ന് അവൾ ഒരിക്കലും കരുതി കാണില്ല. അത് അവളുടെ സമനില തെറ്റിച്ചു. ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാണ് അവള്. അതുകൊണ്ട് സംഭവിച്ചതൊന്നും അവസാനത്തേതാണെന്ന് നമ്മൾ കരുതണ്ട. ഇനിയും ഇതുപോലെ അവൾ വന്നെന്ന് വരും. ഞാൻ ഇറങ്ങി കളിക്കാൻ തന്നെയാ തീരുമാനിച്ചിരിക്കുന്നേ. അമ്മാവാ, നമുക്കുടനെ നെല്ലിശ്ശേരിയിലേക്ക് പോണം. തോക്കെടുത്തുള്ള ഒരു കളിയും ഇനി വേണ്ട. തോക്കെടുക്കുന്നില്ല, പക്ഷേ ഞാൻ തോൽക്കില്ല. അമ്മാവൻ നേരത്തെ പറഞ്ഞ അതിനേക്കാൾ ശക്തമായൊരു ആയുധമില്ലേ, അത് തന്നെ ഞാൻ പ്രയോഗിക്കാൻ പോവാ. അമ്മാവൻ നെല്ലിശ്ശേരി പോകാൻ റെഡിയായിക്കോ. നാളെ തന്നെ നമുക്ക് പോണം. അവളുടെ കൈകൊണ്ട് ഏതെങ്കിലും ഒരുത്തൻ ചത്തുകിട്ടണമെന്നായിരുന്നു എന്റെ പ്രാർത്ഥന. അത് വെറുതെയായി. അർച്ചന വന്നിട്ട് കയറിയപ്പോ ഉന്നം തെറ്റി പോലും. എടാ, അവളുടെ വെടികൊണ്ട് മറ്റവളങ്ങ് ചത്തുപോയിരുന്നെങ്കിൽ അവന്തെങ്കിൽ ഇപ്പോൾ ജയിലിനകത്ത് കിടന്നേനെ. വെടിവെക്കാൻ പഠിപ്പിക്കുമ്പോ ഉന്നം തെറ്റാതെ വെക്കാൻ പഠിപ്പിക്കണം. ആരായത് തന്റെ കൈ തന്നുവിട്ടത്? നമ്മളെന്താ കൊച്ചു കുട്ടികളാണോ? ഇതെല്ലാം ആ അർച്ചനയുടെ പണിയാ. ചടങ്ങുകളൊക്കെ അങ്ങനെ തന്നെ വേണമെന്ന് ഒരേ വാശി. എനിക്കപ്പോഴേ തോന്നി അർച്ചനയുടെ കണ്ണു ചെന്നെത്താത്ത ഒരിടവും ഈ വീട്ടിലില്ല. എല്ലാറ്റിനെ കുറിച്ചും അർച്ചനയ്ക്ക് കൃത്യമായ ധാരണയുണ്ട്. എന്തായാലും താൻ പാലുമായിട്ട് നാണം കുണി വന്നതല്ലേ, നല്ല ഐശ്വര്യമായിട്ട് എന്റെ ലൈഫ് ഞാൻ അങ്ങോട്ട് ഏൽപ്പിക്കുക. വാ, ഇരി. എന്തെങ്കിലും നോക്കുന്ന ഇതുവരെ കാണാത്ത പോലെ. ഇതുവരെ കണ്ടതുപോലെ അല്ലല്ലോ ഇനി അങ്ങോട്ട്. ഇപ്പൊ താൻ എന്റെ ഭാര്യയുടെ പോസ്റ്റിലല്ലേ? ഇന്നലെ വരെ എനിക്കൊരു അവകാശവും അധികാരവും ഇല്ലാത്തൊരു മുറിയായിരുന്നു. എന്നാ ഇന്നു മുതല് ഇതെന്റെ കൂടിയാ. ഇന്നലെ വരെ ഇവിടെ ഉണ്ടായിരുന്നവൾ ഇപ്പൊ ഭ്രാന്ത് പിടിച്ച് നടക്കുക. അവളുടെ രൗദ്രഭാവം താൻ കണ്ടതല്ലേ? ആ ഞെട്ടൽ ഇതുവരെ മാറിയിട്ടില്ല. ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടത്. ഭാഗ്യം കൊണ്ട് മാത്രമല്ല, സമയോചിതമായി അർച്ചനയും സച്ചി ഇടപെട്ടതുകൊണ്ടാ നമ്മുടെ ജീവൻ തിരിച്ചു കിട്ടിയത്. ഇല്ലെങ്കിൽ ചിലപ്പോ അവൾ നമ്മളെ രണ്ടുപേരും തീർക്കുമായിരുന്നു. അവന്തിക ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വരുമോ? ഇത്ര പെട്ടെന്ന് നമ്മുടെ വിവാഹം നടക്കുമെന്ന് അവൾ ഒരിക്കലും കരുതി കാണില്ല. അത് അവളുടെ സമനില തെറ്റിച്ചു. ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാണ് അവള്. അതുകൊണ്ട് സംഭവിച്ചതൊന്നും അവസാനത്തേതാണെന്ന് നമ്മൾ കരുതണ്ട. ഇനിയും ഇതുപോലെ അവൾ വന്നെന്ന് വരും. എന്ന് കരുതി താൻ പേടിക്കൊന്നും വേണ്ട. എന്ത് വന്നാലും നമ്മൾ ഒരുമിച്ച് നേരിടും. അതൊന്നും ഒരു കുഴപ്പമില്ല. എന്തിനും ഞാൻ നന്ദേട്ടന്റെ കൂടെ തന്നെയുണ്ട്. ഇത് നമ്മുടെ ആദ്യ രാത്രിയാണ്. വെറുതെ അവളുടെ കാര്യം പറഞ്ഞ് നമ്മുടെ സമയം കളയണ്ട. സത്യത്തില് ഞാനാ ഭാഗ്യവതി. നന്ദേട്ടന്റെ കൂടെ ഇങ്ങനൊരു ജീവിതം ഞാൻ സ്വപ്നം പോലും കണ്ടിട്ടില്ലായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ
പണ്ടേക്ക് പണ്ടേ ഞാൻ നന്ദേട്ടൻ കയറി പ്രേമിച്ചേനെ. എങ്കിൽ എന്റെ ജീവിതം എത്ര മനോഹരമാകുമായിരുന്നു. ഇനി നമുക്ക് മനോഹരാക്കാന്നേ. ഇതുവരെയുള്ളതെല്ലാം മറന്നേക്ക്. ഇനി നമ്മുടെ സന്തോഷത്തെക്കുറിച്ച് മാത്രം ആലോചിച്ചാൽ മതി. ഞാൻ ആലോചിക്കുന്നത് നമ്മുടെ സന്തോഷത്തെക്കുറിച്ച് മാത്രമല്ല. നീ വന്നു കയറിയപ്പോ ഈ വീട്ടിൽ എല്ലാവരും സന്തോഷത്തിലാണ്, എല്ലാവരും വലിയ ഉത്സാഹത്തിലാണ്. അത് എന്നോടുള്ള സ്നേഹം കൊണ്ട് മാത്രമൊന്നുമല്ല, അത്രമാത്രം എല്ലാവരും അവന്തിയെ വെറുത്തത് കൊണ്ട് കൂടിയ. നന്ദേട്ടന്റെ ജീവിതത്തിൽ നിന്ന് അവൾ എങ്ങനെയെങ്കിലും പടിയിറങ്ങി പോണെന്ന് എല്ലാവരും പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ നശിച്ചവളുടെ പേര് കേൾക്കുന്ന പോലെ എനിക്കിഷ്ടമല്ല. ഇനി നമുക്ക് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി. ദാ. ഇപ്പോഴാണ് എന്റെ ജീവിതത്തിൽ ഒരു വെളിച്ചം വന്നത്. ഈ വെളിച്ചം ഞാൻ ഒരിക്കലും കൈവിട്ട് കളയില്ല. അർച്ചനയുടെ കയ്യിൽ ഒരു പോറൽ മാത്രമേ ഏറ്റിട്ടുള്ളൂ. കാര്യമായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല. എന്തായാലും അവർ ഇതുവരെ പോലീസ് സ്റ്റേഷനിൽ കേസൊന്നും കൊടുത്തിട്ടില്ല. ഇതില് കേസിന്റെ ആവശ്യമൊന്നുമില്ല. എല്ലാം നേർക്ക് നേരെ തീർക്കണം. ഞങ്ങൾ ഇറങ്ങിയ സൂക്ഷിക്കണം. അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു നീക്കം ഉണ്ടെങ്കിൽ ഉടൻ തന്നെ എന്നെ അറിയിക്കണം. മനസ്സിലായോ? അമ്മാവൻ ധൈര്യമായിട്ട് പൊക്കോ, ഒന്നും സംഭവിക്കില്ല. ഇനി അവന്തികയുടെ താണ്ഡവം തുടങ്ങും, സംഹാര താണ്ഡവം. എന്നാ നിങ്ങൾ ചെല്ല്. ശരിയെന്നാ. ഈ രാത്രി സന്തോഷത്തിന്റെ രാത്രിയാ. അവന്തികയ്ക്ക് ജീവിതത്തിൽ ആദ്യമായി സമാധാനം കിട്ടിയ രാത്രി.